ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുക്കി സോമൻ 2620. ഇന്ന് എനിക്ക് 6 മണിക്കാണ് ഡ്യൂട്ടി കേട്ടോ. എനിക്ക് 6 മണിക്ക് കൃത്യം പഞ്ചും ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം പാസഞ്ചേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ് അറിഞ്ഞിരിക്കേണ്ടത്. വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് യു നീഡ് ടു ഫോളോ വെൻ യു ഫ്ലൈ ഫ്രം ദി എയർപോർട്ട്. അപ്പം നമ്മളിപ്പം എങ്ങോട്ടെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ 48 ഹവേഴ്സിനുള്ളിൽ വെബ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എന്നാലും ഇപ്പം നിങ്ങൾ എയർപോർട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിയാത്ര യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PNR, ഇൻഡിഗോയുടെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാ എയർലൈൻസിൻ്റെയും റിസർവേഷൻ അവൈലബിൾ ആണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ടിക്കറ്റ് ചേഞ്ച് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അങ്ങനെ എല്ലാ ഡൗട്ട്സും നമുക്ക് റിസർവേഷനിൽ ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൗണ്ടേഴ്സ് ഇപ്പം 4 മണിക്കൂറിന് മുമ്പ് കൗണ്ടേഴ്സ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ റീച്ച് ദി എയർപോർട്ട് 2-3 hours ബിഫോർ ഡിപ്പാർച്ചർ. ഓക്കെ, എപ്പോഴും നമ്മൾ 3-4 മണിക്കൂറിന് മുമ്പ് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ഓപ്ഷനാണ്. ഇൻ കേസ് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വന്ന് ബ്ലോക്കായി, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് കിട്ടിയില്ല, ലേറ്റ് റിപ്പോർട്ടിംഗ് ആയി, അപ്പം നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റേതായ ഓപ്ഷൻസിന് പേയ്മെൻറ്റ് വരും കേട്ടോ. അതുപോലെ ഡിസ്പ്ലേയിൽ നമുക്ക് ഫ്ലൈറ്റ് നമ്പർ, ഗേറ്റ് നമ്പർ, അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എപ്പോഴും കാണും. എപ്പോഴും നമ്മൾ എയർപോർട്ടിനുള്ളിൽ എൻട്രി ചെയ്യുമ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. അതുപോലെ എയർപോർട്ടിനുള്ളിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഏത് എയർലൈൻസിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് എയർലൈൻസ് കാണും. എക്സാമ്പിൾ ഇൻഡിഗോ, അലൈൻസ് എയർലൈൻസ്, എയർ ഇന്ത്യ, ഫ്ലൈ ദുബായ്, അങ്ങനെ കുറേ എയർലൈൻസ് കാണുമല്ലോ. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഏത് ലൈനിലാണോ, ഏത് ക്യൂവിലാണോ നിൽക്കുന്നത് അവിടെ ഡിസ്പ്ലേ കാണാൻ പറ്റും. ഞാൻ ഇൻഡിഗോയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇൻഡിഗോയിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം നമ്മളെപ്പോഴും ഡിസ്പ്ലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൗണ്ടറിൽ ബാഗ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ബോർഡിംഗ് പാസ് കൗണ്ടർ സ്റ്റാഫ് തരും. അപ്പോൾ തന്നെ നമ്മൾ ഗേറ്റ് നമ്പർ, ബോർഡിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻ കേസ് നിങ്ങൾ 2 ഡെസ്റ്റിനേഷൻ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാൽ ഡെസ്റ്റിനേഷനിലാണോ ബാഗ് വരുന്നത്, അതുപോലെ ബാഗിൻ്റെ സപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. എപ്പോഴും നമ്മളത് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് ഇൻ ചെയ്യുമ്പം ചെക്ക് ഇൻ ബാഗിൽ എന്തൊക്കെയാണ് അലൗഡ് ഉള്ളത്, ഹാൻഡ് ബാഗിൽ എന്തൊക്കെയാണ് അലൗഡ് എന്നുള്ളത് എപ്പോഴും കൗണ്ടർ സ്റ്റാഫ് പറയുമ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ചെക്കിൽ പവർ ബാങ്ക്, ബാറ്ററി, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ സ്റ്റാഫുമായിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ടിക്കറ്റ് കോപ്പിയിൽ നിങ്ങൾ എപ്പോഴും വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ചെക്ക് ഇൻ അലവൻസ് എത്രയാണ്, ഹാൻഡ് ബാഗ്സ് എത്ര എണ്ണം കൊണ്ടുപോകാം. ഇൻഡിഗോയിൽ ചെക്ക് ഇൻ ബാഗ് 15 ആണ് അലവൻസ്, 15. ഹാൻഡ് ബാഗ് 7 kg. എക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെർ kgക്ക് 700 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴും സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിയുമ്പം നെക്സ്റ്റ് വരുന്ന പ്രൊസീജിയറാണ് സെക്യൂരിറ്റി പ്രോസസ്സ്. സെക്യൂരിറ്റി ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോർഡിംഗ് പാസ് നോക്കുക. അതിൽ ഗേറ്റ് നമ്പർ മെൻഷൻ ആയിരിക്കും. അപ്പം ഗേറ്റ് നമ്പർ ഇങ്ങനെ 1, 2, 3 എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ, അവൈലബിൾ ആണ്. അപ്പം നമ്മൾ വലുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഗേറ്റ് നമ്പർ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ബോർഡിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ടൈമിൽ തന്നെ നിങ്ങൾ ഗേറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം കേട്ടോ. ഗേറ്റിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് സ്റ്റാഫ് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ലോഞ്ചിലായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ബോർഡിങ് ടൈമിൽ കറക്റ്റായിട്ടും ഗേറ്റ് നമ്പറിൽ കാണുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ കൊച്ചി എയർപോർട്ടിൽ കുറേ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നൈക്കയുടെ ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഫാർമസി, അങ്ങനെ വാച്ച്, എല്ലാ ഷോപ്സും അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്ക് ലോഞ്ചുണ്ട്. ലോഞ്ച് അടിപൊളിയാണ്, ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ലോഞ്ചിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബാറ്, സ്മോക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ.
ബോർഡിങ്ങിന് എപ്പോഴും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൊച്ചി എയർപോർട്ടിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ഇൻ കേസ് കയറാൻ പറ്റാത്ത ഷോപ്പുകളിൽ നെക്സ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറാമല്ലോ. അതുപോലെ നിങ്ങൾ ലോഞ്ചിൽ വരുമ്പം തൊട്ടടുത്തൊരു KFC കാണാം. KFCയിൽ ഞാൻ 2 തവണ 3-4 തവണ ട്രാവൽ ചെയ്തപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഓഫറൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളൊരു വട്ടം പോകുമ്പോൾ ജസ്റ്റ് കയറി നോക്ക്. അതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എയർപോർട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ നമുക്കിവിടെ വരുമ്പം എയർ ലോഞ്ചൊക്കെ എടുത്ത് കാണാം. അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ ഇതിനകത്ത് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. അപ്പം ഇൻ്റർനാഷണൽ നമുക്ക് വരുമ്പോൾ ലിഫ്റ്റ് അവൈലബിൾ ആണ് മുകളിലേക്ക് ഡിപ്പാർച്ചറിൽ പോകാൻ വേണ്ടിയിട്ട്. ഇൻ്റർനാഷണലിലെ പ്രൊസീജിയേഴ്സൊക്കെ വേറെയാണ്, ഡൊമസ്റ്റിക് പോലെയല്ല ഇൻ്റർനാഷണൽ. അതുപോലെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലിഫ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേഷൻസ് ഇപ്പം എയർലൈൻസിൻ്റെയോ ഫ്ലൈറ്റിൻ്റെയോ കുറിച്ച് എന്തെങ്കിലും ഇൻ്റർനാഷണൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ DH ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫോൺ കോളോ ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ 810 പിന്നെ നമ്പർ 810-ൽ 24 hours സ്റ്റാഫ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ എയർപോർട്ടിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോഴും ബെൽറ്റിൻ്റെ അവിടെ ഡിസ്പ്ലേ കാണാം ഏത് ബെൽറ്റിലാണെന്നുള്ളതും. ഫ്ലൈറ്റ് നമ്പർ എപ്പോഴും മെഷർ ചെയ്യുക. ബാഗിൻ്റെയൊക്കെ എന്ത് ഇൻഫർമേഷൻ എന്നുണ്ടെങ്കിലും നമുക്ക് MHB സ്റ്റാഫുകൾ അവൈലബിൾ ആണ്. ഞാൻ ബേസിക്കായിട്ടുള്ള ഇൻഫോർമേഷൻസാണ് പറഞ്ഞു തന്നത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം ഇനിയും ഇതുപോലെ അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നതിനും വരെ ടാറ്റ ബൈ ബൈ.